ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയമെൻഷൻ ഓഫ് എ കോഷ്യൻ സ്പേസ് ആണ്. ഓക്കെ, ഒരു കോഷ്യൻ സ്പേസിന്റെ ഡയമെൻഷനും അതിന് റിലേറ്റഡ് അതിന്റെ ക്യാരക്ടറൈസേഷനും ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഡിഫൈൻ എ ഡെഫിനിഷൻ. ഓക്കെ, definition. Okay, the vectors x1 etc xn are linearly independent relative to the subspace E1 of E1 subspace of E if from summation I from 1 to n aixi belongs to E1, then ai equal to 0 for all I. Okay, this is the definition. അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്നാണെന്നുള്ള ഒരു സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് തന്നാൽ നമുക്ക് അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ലീനിയർലി ഇൻഡിപെൻഡന്റ് റിലേറ്റീവ് ടു എ സബ്സ്പേസ്. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡന്റ് റിലേറ്റീവ് ടു എ സബ്സ്പേസ് E1 എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അതെന്താണ്? പുതിയൊരു കോൺസെപ്റ്റ് ആണ്, നമുക്കറിയാം. നമുക്ക് നോക്കാം, ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റിലേറ്റീവ് ടു E1 എന്ന് പറയുന്നതും ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നതും നമ്മളുടെ വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് R2 എടുക്കാം. R2 ഫോർ എക്സാമ്പിൾ R2 എന്താ അറിയാം നമുക്ക്? രണ്ട് വെക്ടേഴ്സ് എടുത്തു, 1 ആൻഡ് 1 1 ഉം 1 എന്താണ്? R2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, നമുക്കറിയാം. ഓക്കെ, ചെക്ക് ചെയ്യാവുന്നതാണ്. 1 ആൻഡ് 1 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ആൻഡ് ഞാൻ എടുക്കുന്നത് y എന്നുള്ള സബ്സ്പേസ് എടുത്തു, R2 ഓവർ y ആണ് സബ്സ്പേസ് ആയിട്ട് എടുക്കുന്നത്. സോ 1 മൈനസ് 1 ചെയ്തത് നമുക്ക് എന്താ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു 0, -2. ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് വിച്ച് ബിലോങ്സ് ടു y ആക്സിൽ ഉണ്ടായിരിക്കും അല്ലെ? ഇവിടെ y എന്ന് പറഞ്ഞാൽ y ആക്സിസ്. സോ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ലീനിയർ കോമ്പിനേഷൻ എവിടെ ഉണ്ടായിരിക്കും? y ആക്സിൽ ഉണ്ട്. പക്ഷെ ഇതിന്റെ കോഎഫിഷ്യൻസ് ഒന്നും എന്തല്ല, ഇവിടെ 1 ആണ്, ഇവിടെ -1 ആണ്. ദീസ് ആർ നോട്ട് ഈക്വൽ ടു 0. അതിന്റെ കോഎഫിഷ്യൻസ് എന്തല്ല, 0 അല്ല. സോ ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപെൻഡന്റ് റിലേറ്റീവ് ടു ദി സബ്സ്പേസ് y. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു സ്പേസിൽ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് വെച്ചിട്ട് ആ വെക്ടേഴ്സ് എന്താവണമെന്നില്ല, അതിന്റെ സബ്സ്പേസിനെ റിലേറ്റ് ചെയ്തിട്ട് എന്താവണമെന്നില്ല, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇതാണ് മെയിൻ അതിന്റെ ഡിഫറൻസ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നതും ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു എ സബ്സ്പേസ് എന്ന് പറയുന്നത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയമെൻഷൻ ആണ്, ഡയമെൻഷൻ ഓഫ് എ കോഷ്യൻ സ്പേസ്. അപ്പൊ നമുക്കൊരു കോഷ്യൻ സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? നമുക്ക് ആദ്യം വേണ്ടത് ഒരു വെക്ടർ സ്പേസ്, അതിന്റെ സബ്സ്പേസ്. സോ E over E1 is a vector space and dimension of E over E1 is equal to n ആണെന്ന് വിചാരിക്കാം. ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ് n ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? അതിനൊരു ബേസിസ് ഉണ്ടായിരിക്കും. ആ ബേസിസിൽ എത്ര വെക്ടേഴ്സ് ഉണ്ടായിരിക്കും? n വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിസ് എന്ന് പറഞ്ഞാൽ ആ വെക്ടേഴ്സിന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും ആൻഡ് ഇറ്റ് സ്പാൻസ് ദ എൻറ്റയർ സ്പേസ് E over E1. നമുക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ E over E1 എന്നുള്ള സ്പേസിലെ എല്ലാ എലിമെന്റ്സിനെയും ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വെക്ടേഴ്സ്, അറ്റ് ലീസ്റ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ് ദാറ്റ് സ്പാൻസ് ദി എൻറ്റയർ സ്പേസ്. ഓക്കെ, സോ E over E1 എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ n ആണെന്നുണ്ടെങ്കിൽ there exists a basis, say b is equal to, ഇനി E over E1 എലമെന്റ്സ് ഒക്കെ ഏത് ഫോമിലാണ്? കോസെറ്റുകളാണ് അല്ലെ? E1ന്റെ കോസെറ്റുകളാണ്. അപ്പൊ വെക്ടേഴ്സ് ഒക്കെ ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക? ബേസിസ് വെക്ടേഴ്സ് ഒക്കെ ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക? കോസെറ്റുകളുടെ കളക്ഷൻ ആയിരിക്കും. സോ x1 etc xn. ഓക്കെ, n നമ്പർ ഓഫ് എലമെന്റ്സ്. സോ ബേസിസ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ b ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഓക്കെ, റിലേറ്റീവ് അല്ല, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? ബേസിസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് a1 box x1 plus etc plus an box xn is equal to 0 implies ai equal to 0 for all I. ലീനിയർലി ഇൻഡിപെൻഡന്റ് ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? a1 x1 plus etc plus an xn equal to 0 implies ai equal to 0 for all I. സോ ഇതിൽ നമുക്ക് എന്ത് പറയാം? a1 box x1 എന്ന് പറഞ്ഞാൽ
ബോക്സ് A1 x1. ഓക്കെ, ബോക്സ് A1 x1 പ്ലസ് എക്സെട്ര പ്ലസ് ബോക്സ് AN xn ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഫോർ ഓൾ AI ഈക്വൽ ടു 0 ഫോർ ഓൾ I. ഓക്കെ, ബോക്സ് AN xn ഈക്വൽ ടു 0 ഇംപ്ലൈസ് AI ഈക്വൽ ടു 0 ഫോർ ഓൾ I. ഇതിൽ നമുക്ക് എന്ത് പറയാം? ബോക്സ് A1 x1 എന്ന് പറഞ്ഞാൽ A1 x1 പ്ലസ് E1 പ്ലസ് എക്സെട്ര പ്ലസ് AN xn പ്ലസ് E1 വിൽ ഇംപ്ലൈസ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ആക്ട് ചെയ്യുന്നത്? സബ്സ്പേസ് തന്നെ. E1 തന്നെയാണ് അവിടെ 0 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ E1 വിൽ ഇംപ്ലൈസ് AI ഈക്വൽ ടു 0 ഫോർ ഓൾ I. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നമുക്കറിയാം എന്ത്? A പ്ലസ് E1 പ്ലസ് B പ്ലസ് E1 എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? വിച്ച് ഇസ് ഈക്വൽ ടു A പ്ലസ് B പ്ലസ് E1. A പ്ലസ് B പ്ലസ് E1. സോ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് A1 x1 പ്ലസ് എക്സെട്ര പ്ലസ് AN xn പ്ലസ് E1 വിൽ ഇംപ്ലൈ AI ഈക്വൽ ടു 0 ഫോർ ഓൾ I. ഓക്കെ, ഇത് നമുക്ക് എന്ത് പറയാം? സോറി, ദിസ് ഇസ് ഈക്വൽ ടു E1 will imply AI equal to 0 for all I. ഇനി ഇതിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രകാരം A പ്ലസ് E1 ഈക്വൽ ടു E1 ഇംപ്ലൈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് A ബിലോങ്സ് ടു E1 ആണ് അല്ലേ? A പ്ലസ് E1 ഈക്വൽ ടു E1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് A ബിലോങ്സ് ടു E1. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് A1 x1 പ്ലസ് എക്സെട്ര പ്ലസ് AN xn ബിലോങ്സ് ടു E1 will imply AI equal to 0 for all AI equal to 0 for all I. സോ നമുക്ക് കിട്ടിയ എന്താണ്? നമ്മളൊരു സെറ്റ് ബേസിലുള്ള കുറച്ച് കോസെറ്റ്സ് എടുത്തു. ബേസ് ആയതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള അസംഷൻ വെച്ചിട്ട് നമ്മൾ ഇവിടെ വരെ എത്തി. A1 x1 പ്ലസ് എക്സെട്ര പ്ലസ് കറസ്പോണ്ടിങ് റെപ്രസെന്റേറ്റീവ്സിന്റെ ലീനിയർ കോമ്പിനേഷന് E1 ലുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് AI ഈക്വൽ ടു 0 ഫോർ ഓൾ I. ഡെഫിനിഷൻ നോക്കുക. Summation I from 1 to n AI xi belongs to E1, then AI equal to 0 for all I will imply these vectors are linearly independent relative to the subspace E1. So നമുക്ക് എന്ത് പറയാം? Representative corresponding representatives എന്തായിരിക്കും? x1 etc. xn are linearly independent relative to E1 subspace of E. Okay, so corresponding vectors എന്താണെന്ന് കിട്ടി നമുക്ക്? linearly independent relative to the subspace E1 which is subspace of E. Okay, നമുക്ക് എന്ത് കിട്ടി? അത് കിട്ടി. ഇനി നമുക്ക് അടുത്ത എലമെന്റ് നോക്കുക. അടുത്ത ഒരു പ്രോപ്പർട്ടി നോക്കുക. B എന്നുള്ള എന്താണ്? സ്പാൻ ചെയ്യും. സ്പാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോസെറ്റിലെ ഏതൊരു എലമെന്റ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എലമെന്റ്സിന്റെ ഈ വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി നമുക്ക് എഴുതാൻ പറ്റും. സോ നമുക്ക് എടുക്കുന്നത് E/E1 എലമെന്റ് ബോക്സ് എക്സ് ആണ്. ബോക്സ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് പ്ലസ് E1 വിച്ച് ഇസ് ഈക്വൽ ടു, അതായത് നമുക്ക് B സ്പാൻസ് E/E1 എന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രറി കോസെറ്റ് എക്സ് പ്ലസ് E1 എടുത്താൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദർ എക്സിസ്റ്റ് കോഎഫിഷ്യൻസ് അല്ലേ? ദർ എക്സിസ്റ്റ് കോഎഫിഷ്യൻസ് AIs സച്ച് ദാറ്റ് എക്സ് പ്ലസ് E1 ഇസ് ഈക്വൽ ടു A1 into x plus E1, x1 plus E1 plus etc plus AN into xn plus E1. ഓക്കെ, ഇതെങ്ങനെ എഴുതാം? നമ്മളിവിടെ എഴുതിയ പോലെ തന്നെ A1 x1 plus E1 plus etc plus AN xn plus E1. So this can be written as A1 x1 plus etc plus AN xn plus E1. Okay, A1 x1 plus etc plus AN xn plus E1. What is x plus E1 equal to A1 x1 plus etc plus AN xn plus E1. So നമുക്ക് എന്ത് എഴുതാം? അതിൽ നിന്ന് നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് x plus y, that is x plus E1 equal to y plus E1 if and only if x minus y belongs to E1. സോ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് എക്സ് മൈനസ് ദിസ് വെക്ടർ ബിലോങ്സ് ടു E1. സോ എക്സ് മൈനസ് A1 x1 plus etc plus AN xn belongs to E1. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? B സ്പാൻസ് E/E1, അതായത്
സെറ്റ് കോസെറ്റുകളുടെ കളക്ഷൻ ബേസിസ് സ്പാൻ ഇ ഓവർ ഇ വൺ എന്ന് പറഞ്ഞാൽ ആ സ്പേസിലെ ഇ ഓവർ ഇ വണ്ണിലെ ഏതൊരു എലമെന്റിനെയും എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമാറ്റിൽ അല്ലെ, ഈ കോസെറ്റുകളുടെ ഈ ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാം. അങ്ങനത്തെ കോയിഫിഷ്യൻസ് നമുക്ക് ഫീൽഡിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, AIs. ഓക്കെ, ദർ എക്സിസ്റ്റ് AIs such that x plus e1 can be written as a1 into x1 plus e1 etc plus an into xn plus e1. ഓക്കെ, അതിൽ നമുക്ക് എന്ത് കിട്ടി, x minus a1 x1 plus etc plus an xn belongs to e1. എന്താണ് ഇത് പറയുന്നത്, ഈ എലമെന്റ് e1 ഉണ്ടെന്ന് പറഞ്ഞാൽ there exists a y belongs to e1. So there exists a y belongs to e1 such that x minus a1 x1 plus etc plus an xn equal to y. There exists a y belongs to e1 such that x minus a1 x1 plus etc plus an xn equal to y. So this can be written as, x can be written as x is equal to, and ഈ x എവിടുന്നാണ്, ഈ x എവിടുന്നാണ്, x plus e1 എന്ന് പറഞ്ഞാൽ x implies x belongs to e ആണ്. x എവിടുന്നാണ് എടുക്കുന്നത്, e യിൽ നിന്നാണ് എടുക്കുന്നത്. So x can be written as a1 x1 plus etc plus an xn plus y, and this is equal to summation ai xi plus y, and y belongs to e1. Okay, and y belongs to e1. So x can be written as summation ai xi plus y, and y belongs to e1. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, there exist coefficients scalars ai such that a1 x1 plus e1 plus etc plus an xn plus e1 equal to x plus e1, and there exists a y belongs to e1 such that x is equal to summation ai xi plus y. there exists എന്നാണ് പറഞ്ഞുള്ളത്. എക്സിസ്റ്റൻസ് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ പിന്നീട് പറയുന്നത് എന്തായിരിക്കും, യുണീക്നെസ് ആയിരിക്കും. സോ യുണീക്ക് ആണോന്ന്, എക്സിനെ ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ റെപ്രസെന്റേഷൻ എന്താണോ നോക്കണം, യുണീക്ക് ആണോ നോക്കണം. അപ്പൊ യുണീക്ക് ആണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ഇഫ് there exists another coefficients, another scalars bi's and a vector z belongs to e1 such that x is equal to this type, then ai equal to bi and y is equal to z എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, യുണീക്നെസ് പ്രൂവ് ചെയ്യാൻ, എക്സിസ്റ്റൻസ് നമ്മൾ പ്രൂവ് ചെയ്തു, നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്താണ്, യുണീക്നെസ് ആണ്. സോ യുണീക്നെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ സ്കാലേഴ്സ് എടുക്കുകയാണ്, ബി ഐസും ആൻഡ് വെക്ടർ y z belongs to e1. സോ സപ്പോസ് x is equal to summation I from 1 to n bi xi plus z belongs to e1. ഓക്കെ, ആൻഡ് ഈ എലമെന്റും ഈ എലമെന്റും കൂടെ രണ്ട് സൈഡ് ആഡ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, we get will imply summation I from 1 to n ai minus bi xi plus y minus z equal to 0. ഓക്കെ, ഇതിൽ നമുക്ക് എന്താ കിട്ടുക, will imply summation I from 1 to n ai minus bi xi which is equal to z minus y which belongs to e1. ഓക്കെ, which belongs to e1. അപ്പോൾ ഈ റെപ്രസെന്റേഷൻ നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടി, e1 ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, സമ്മേഷൻ ai minus bi xi which is equal to z minus y which belongs to e1. നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ത്, ഈ എക്സൈസ് ഒക്കെ x1 x2 etc xn റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് റിലേറ്റീവ് ടു ദി സബ്സ്പേസ് e1 അല്ലെ, ലീനിയർലി ഇൻഡിപെൻഡന്റ് റിലേറ്റീവ് ടു ദി സബ്സ്പേസ് e1. ഡെഫിനിഷൻ എന്താണ് പറയുന്നത്, സമ്മേഷൻ I from 1 to n ai xi ലീനിയർലി ഇൻഡിപെൻഡന്റ് റിലേറ്റീവ് ടു ദി സബ്സ്പേസ് e1 ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ദിസ് ഹോൾഡ്സ് വിൽ ഇംപ്ലൈ ദ കോഎഫിഷ്യൻസ് ആർ 0. സോ നമുക്ക് ഇവിടെ നിന്ന് പറയാം ai minus bi equal to 0 for all I. Okay, and we get ai equal to bi for all I. So the coefficients are equal. ഇനി എന്ത് നോക്കണം, y equal to z ആണെന്നും കൂടി നോക്കണം. സോ നമുക്ക് എന്താ പറയാ, എന്ത് കിട്ടും, ai minus bi, ai equal to bi നമുക്ക് ഇവിടെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇതൊക്കെ എന്തായി പോകും, സീറോസ് ആയി പോകും അല്ലേ. അതായത് ai equal to bi ആണെങ്കിൽ ഈ സൈഡ് എന്തായി പോകും, 0 ആയി പോകും. സോ z minus y equal to 0 will implies z is equal to y. So the representation is unique. Okay, so the representation is unique. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഒരു ബേസിസ് എടുത്തു കഴിഞ്ഞാൽ അതായത് ഡയമെൻഷൻ ഓഫ് ഇ ഓവർ e1 is equal to n ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബേസിസ് ഉണ്ടായിരിക്കും കോസെറ്റുകളുടെ കളക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ, ആ ബേസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ എന്തായിരിക്കും, they are linearly independent relative to the subspace e1 and any vector x belongs to e. ഈ x എവിടുന്നാണ്,
നമ്മൾ എടുക്കുന്നത് എന്താണ്? എക്സ് അല്ലെ. എനി വെക്ടർ എക്സ് ബിലോങ്സ് ടു ഇ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ദി ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 and a vector y. Finite linear combinations of these representatives and a vector y belongs to E1. ഈ ഒരു തിയറത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പ്രൂഫ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് കിട്ടിയത് ഇപ്പൊ അങ്ങനെയാണ്. ഇനി കോൺവേഴ്സ് ആയിട്ട് ഏതൊരു വെക്ടറിനെയും ഇങ്ങനെ എഴുതാൻ പറ്റും, ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, യൂണീക്ക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദീസ് റെപ്രസെന്റേറ്റീവ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് റിലേറ്റീവ് ടു E1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിസ് ഇതാണെന്ന് പറയാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ബേസിസ് ആണെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം? അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? അത് സ്പാൻ ചെയ്യുന്നതും ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് നോക്കാം. അപ്പൊ നമ്മുടെ അസംഷൻ എന്താണ്? നമ്മുടെ അസംഷൻ എന്താണ്? സപ്പോസ് the vectors x1 etc xn are linearly independent relative to E1, the first assumption, and any x belongs to E can be uniquely represented as x is equal to summation ai xi plus y, where y belongs to E1, then will implies നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്താണ്? Basis is a basis of E over E1. Okay, is a basis of E over E1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Now ഫസ്റ്റ് ഇത് എടുക്കാം. ഫസ്റ്റ് ഇത് അസംഷൻ x1 xn x2 etc xn are linearly independent relative to E1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈ ഡെഫിനിഷൻ സമ്മേഷൻ i from 1 to n ai box xi equal to 0 implies ai equal to 0 for all I. Okay, ai equal to 0 for all I. ഇതെന്താ പറയുക? നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് a1 into x1 plus E1 plus etc plus an into xn plus E1 is equal to E1. Okay, സോറി നമുക്ക് മിസ്റ്റേക്ക് ഉണ്ട്. ലീനിയർലി ഇൻഡിപെൻഡന്റ് റിലേറ്റീവ് ടു ദി സ്പേസ് സബ്സ്പേസ് E1 എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ai xi belongs to E1 implies ai equal to 0 for all I. ഓക്കെ, ഇതെന്താ പറയുന്നത്? ബിലോങ്സ് ടു E1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? സമ്മേഷൻ ai xi plus E1 equal to E1 will implies ai equal to 0 for all I. ഓക്കെ, നമുക്ക് എന്താ പറയാം? നമ്മുടെ അസംഷൻ ഇതാണ്. സപ്പോസ് x1 etc xn are linearly independent relative to E1. സോ നമുക്ക് എന്ത് എഴുതാം? സമ്മേഷൻ ai xi belongs to E1 implies ai equal to 0 for all I. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a plus E1 equal to E1 if and only if a belongs to E1. So summation ai xi plus E1 equal to E1 implies ai equal to 0 for all I. So ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a1 x1 ബോക്സിന്റെ ഫോമിൽ എഴുതിയാൽ നമുക്ക് സമ്മേഷൻ a1 ai xi is equal to 0 implies ai equal to 0 for all I. ബോക്സ് സമ്മേഷൻ ai xi equal to 0 implies ai equal to 0 for all I. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ i from 1 to n ai box xi equal to 0 implies ai equal to 0 for all I will implies ഇതെന്താണ് പറയുന്നത്? സമ്മേഷൻ i from 1 to n ai xi box xi equal to 0 implies ai equal to 0 for all I. So this implies that the set ഈ സെറ്റ് എന്താണ്? is linearly independent. This is linearly independent ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ അസംഷൻ എടുക്കുക. Any vector x belongs to E can uniquely represented as x is equal to this summation. We can say that ഇതെന്ത് ചെയ്യും?
ഇത് സ്പാൻ ചെയ്യുന്നതും കൂടി തെളിയിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ബേസ് ആണെന്ന് പറയാൻ പറ്റും. സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഫ്രം 1 to n ai xi പ്ലസ് വൈ ആണെന്ന് വിചാരിക്കുക, അവർ y ബിലോങ്സ് ടു E1. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം, എക്സ് മൈനസ് സമ്മേഷൻ ഐ ഫ്രം 1 to n ai xi ബിലോങ്സ് ടു E1 ആണെന്ന് പറയാം. കാരണം y എന്തിലുണ്ട്, E1ലുണ്ട്. സോ ദിസ് ബിലോങ്സ് ടു E1. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, നമുക്ക് എന്തറിയാം, എക്സ് മൈനസ് വൈ ബിലോങ്സ് ടു E1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് പ്ലസ് E1 ഈക്വൽ ടു വൈ പ്ലസ് E1. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് E1 ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഫ്രം 1 to n ai xi പ്ലസ് E1. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ ഐ ഫ്രം 1 to n ai box xi. സോ എനി എലമെന്റ് എക്സ് ബോക്സ് എക്സ്, അതായത് ബോക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ എലമെന്റ് ആണ്, E/E1 എലമെന്റ് ആണ്. സോ എനി എലമെന്റ് ഓഫ് E/E1 ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ ഐ ഫ്രം 1 to n ai ഇൻറ്റു ബോക്സ് xi. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞു. സോ നമുക്ക് എന്ത് കിട്ടി, സോ വി ഹാവ് etc. xn are spans E/E1. സോ നമുക്ക് എന്ത് കിട്ടും, ഡയമെൻഷൻ, ദീസ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് നമ്മൾ ആദ്യം പറഞ്ഞു, ആൻഡ് സ്പാൻസ് E/E1. സോ ഡയമെൻഷൻ ഓഫ് E/E1 is equal to n. ഓക്കെ, സോ ഡയമെൻഷൻ ഓഫ് E/E1 is equal to n. അപ്പോൾ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള എന്താണ്, ചെയ്തിട്ടുള്ള ഒന്നുകൂടി നമുക്ക് ഒരു തിയറം ആക്കിയിട്ട് നമുക്ക് പറയാം. സോ വി ഹാവ് ദി തിയറം. സോ വി ഹാവ് തിയറം. തിയറത്തിന്റെ പ്രൂഫാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ എന്താണ്, ഒരു തിയറം ആക്കിയത് നമുക്ക് പറയാം. ഡയമെൻഷൻ ഓഫ് എന്നാൽ നമുക്ക് കിട്ടിയത് ഡയമെൻഷൻ ഓഫ് E/E1 is equal to n ആക്കിയിട്ട് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ വെക്ടേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റിലേറ്റീവ് ടു E1 ആണെന്ന് കിട്ടി. ആൻഡ് എനി എക്സ് ബിലോങ്സ് ടു E ക്യാൻ ബി യുണീക്ലി റെപ്രസെന്റഡ് ആസ് ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് എ y and a vector belongs to the subspace E1. So dimension of E/E1 is equal to n will implies there exist vectors, there exist x1 etc. xn are linearly independent relative to E1 subspace of E, and any x belongs to E can be uniquely represented as x is equal to summation I from 1 to n ai xi plus y, where y belongs to E1. y is a vector in E1. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ പിന്നെ രണ്ടാമത് ചെയ്തത് എന്താണ്, ഇത് അസ്യൂം ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടിയത്, ഡയമെൻഷൻ ഓഫ് E/E1 is equal to n ആണെന്ന് കിട്ടി. സോ ദിസ് ഇസ് ആൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. സോ ദിസ് ഇസ് എ ക്യാരക്ടറൈസേഷൻ ഓഫ് ഡയമെൻഷൻ ഓഫ് എ കോഷ്യന്റ് സ്പേസ്. അപ്പോൾ ഒരു കോഷ്യന്റ് സ്പേസ് തന്നാൽ അതിന്റെ ഡയമെൻഷൻ ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എനി എക്സ് ബിലോങ്സ് ടു E ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ദി summation I from 1 to n ai xi plus y, and these vectors x's are linearly independent relative to the subspace E1. ഓക്കെ, ഇനി ഈ ഒരു തിയറത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, നമ്മളൊരു ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസ് എടുത്താൽ നമുക്ക് എന്തറിയാം, ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് E എടുത്താൽ അതിൽ ഏതൊരു എലമെന്റിനെയും ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും അല്ലേ. കാരണം ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് എടുത്താൽ അതിനൊരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ടായിരിക്കും. ആ ബേസ് എലമെന്റ് ഉപയോഗിച്ചിട്ട് ഏത് എലമെന്റിനെയും നമുക്ക് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും അല്ലേ. E എന്നുള്ളതൊരു ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസ് ആണെന്നുണ്ടെങ്കിലോ അതിലെ ഏതൊരു വെക്ടറിനെയും നമുക്ക് ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളത് അതാണ് ഈ ഒരു തിയറത്തിന്റെ ഇമ്പോർട്ടൻസ്. സോ നമുക്ക് എടുക്കാം, നമുക്ക് അറിയാവുന്ന ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ആയിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു set of all, for example, example ആയിട്ട് എന്തെടുക്കാം, E എന്നുള്ളത് set of all convergent sequences and
E1 എന്നുള്ളത് എന്താണ്? കൺവേർജൻസ് സീക്വൻസസ് കൺവേർജസ് ടു 0. ഓക്കെ, കൺവേർജൻസ് സീക്വൻസസ് കൺവേർജസ് ടു 0 ആയിട്ട് നമ്മൾ എടുത്തു. നമുക്കറിയാം E/E1ന്റെ ഡയമെൻഷൻ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ ലെക്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. E/E1 ക്യാൻ ബി റിട്ടൺ ആസ് സെറ്റ് ഓഫ് ഓൾ A into 1 plus C0. ഓക്കെ, A into 1 plus C0. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? xn റിലേറ്റഡ് ടു yn if and only if xn minus yn belongs to C0. xn minus yn ഇത് ഈ റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കോസെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ, കോസെറ്റിനെ പാർട്ടീഷൻ ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ xn minus yn belongs to C0 ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് xn minus yn is equal to എന്ത് കിട്ടും? 0 കിട്ടും. കാരണം C0 എല്ലാ എലമെന്റ്സ് എന്താണ്? കൺവേർട്ട് ചെയ്യുന്നത് 0ലേക്കാണ്. സോ ലിമിറ്റ് xn is equal to ലിമിറ്റ് yn. സോ xn റിലേറ്റഡ് ടു yn ആണെന്നുണ്ടെങ്കിൽ xn-ന്റെയും yn-ന്റെയും ലിമിറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് xn-ന്റെയും yn-ന്റെയും ലിമിറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ xn എന്തായിരിക്കും? റിലേറ്റഡ് ടു yn ആയിരിക്കും. സോ xn-നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എലമെന്റ്സും എന്തിലായിരിക്കും? ഒരു കോസെറ്റിൽ ഉണ്ടായിരിക്കും. ആ കോസെറ്റിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? അതിലുള്ള എല്ലാ സീക്വൻസും കൺവേർട്ട് ചെയ്യുന്നത് സെയിം ലിമിറ്റ് പോയിന്റിലേക്കായിരിക്കും. ഓക്കെ, സെയിം ലിമിറ്റ് പോയിന്റിലേക്കായിരിക്കും. അപ്പോൾ ഒരു പോയിന്റ് എ എന്ന് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എ എന്നുള്ളതിനെ ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് ആയിട്ട് പരിഗണിച്ചാൽ എ ഉൾക്കൊള്ളുന്ന അതേ കോസെറ്റിലായിരിക്കും എന്തുണ്ടായിരിക്കുക? xn-ഉം yn-ഉം ഒക്കെ എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു എലമെന്റും എ എന്നുള്ളൊരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിർത്താൽ എ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? എ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കോസെറ്റുകളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നതനുസരിച്ച് ഓരോ കോസെറ്റുകളും ഡിസ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഏതൊരു എലമെന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഏതൊരു കോസെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് A into 1 plus C0 എന്ന് പറയാം അല്ലെ, എ മാറുന്നതിനനുസരിച്ച്. എ ഇസ് എ റിയൽ നമ്പർ, സോ നമുക്ക് എന്ത് പറയാം? ഏതൊരു എലമെന്റിനെ നമുക്ക് 1 plus C0 ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏതൊരു എലമെന്റിനെയും 1 plus C0 ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇതൊരു എന്താണ്? ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് ആയതുകൊണ്ട് ഇത് എന്താണ്? ബേസ് ആണെന്ന് പറയാൻ പറ്റും. സോ ഡയമെൻഷൻ ഓഫ് E/E1 is equal to 1 ആണ്. നമ്മൾ മുൻപ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഡയമെൻഷൻ ഓഫ് E/E1 is equal to 1. ഓക്കെ, ഇനി നമുക്ക് എന്താ? ഡയമെൻഷൻ ഓഫ് E/E1 is equal to 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഏത് x belongs to E എടുത്താലും അതിനെ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ലെറ്റ് x belongs to E എടുത്തു. xn ആണ് ഇവിടെ ഇയിലുള്ളത്. ഓക്കെ, xn belongs to E എടുത്തു. സോ നമുക്ക് എന്ത് ചെയ്യാം? xn പ്ലസ് E1 എന്നുള്ളതിനെ സം a ഇൻറ്റു നമുക്കറിയാം xn പ്ലസ് E1 ഡയമെൻഷൻ ഓഫ് E/E1 1 ആയതുകൊണ്ട് ആ ബേസിസ് എന്താണ്? 1 plus C0 ആണ്. അപ്പോൾ 1 plus C0ന്റെ സം ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് xn പ്ലസ് E1 എഴുതാം. സോ a ഇൻറ്റു 1 പ്ലസ് C0, ദിസ് ഇസ് C0. സോ നമുക്ക് എന്ത് ചെയ്യാം? xn മൈനസ് a belongs to C0 എന്ന് പറയാം. xn മൈനസ് a belongs to C0. സോ xn can be represented as xn minus a is equal to yn എന്ന് പറയാം, which implies that xn is equal to a plus yn എന്ന് പറയാം. xn is equal to a plus yn where yn belongs to C0. സോ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? E എന്നുള്ളത് എന്താണ്? E എന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ കൺവേർജൻസ് സീക്വൻസസ്. ഇറ്റ് ഇസ് ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസ്. ഓക്കെ, ഇറ്റ് ഇസ് ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസ്. ആ ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസിലുള്ള ഏത് എലമെന്റിനെയും xn-നെയും എനിക്ക് എന്ത് ചെയ്യാം? ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാം അല്ലെ. ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാം വിത്ത് ദ വെക്ടേഴ്സ് a ആൻഡ് yn. a എന്നുള്ളത് കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്, ഒരു വെക്ടർ ആയിട്ട് പരിഗണിക്കാം. ആൻഡ് yn എന്നുള്ളത് C0-ലുള്ള ഒരു വെക്ടർ ആണ്. ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഒരു സ്പേസ് ഇൻഫിനിറ്റ് ഡയമെൻഷൻ ആണെന്ന് വിചാരിച്ചിട്ട്, ഇൻഫിനിറ്റ് ഡയമെൻഷൻ ആണെങ്കിലും അതിലെ എലമെന്റ്സിനെ, അതിലെ വെക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഇഫ് there is a subspace E1 such that dimension of E/E1 is finite. Dimension of E/E1 ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഈയിലുള്ള ഏത് വെക്ടേഴ്സിനെയും, ഈ ഇൻഫിനിറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ പോലും ഈയിലുള്ള ഏത് വെക്ടേഴ്സിനെയും ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അതാണ് നമ്മുടെ ഈ തിയറം എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഡയമെൻഷൻ ഓഫ് എ കോഷ്യൻ സ്പേസിന്റെ ക്യാരക്ടറൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെഷനിൽ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം?
നോംഡ് സ്പേസുകളെ കുറിച്ചിട്ട്, അതായത് ഒരു വെക്ടർ സ്പേസിൽ നോം അപ്ലൈ ചെയ്തിട്ട്, ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിന്റെ കണ്ടിന്യൂറ്റി, അതുപോലെ കൺവേർജൻസ്, ഇൻഫിനിറ്റ് സീക്വൻസുകളുടെ കൺവേർജൻസിനെ കുറിച്ചിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി ക്ലാസ് ടുഡേ. താങ്ക് യു.